സഹോദരങ്ങൾക്ക് മുൻപിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നതിൽ നിങ്ങക്ക് വിഷമമുണ്ടല്ലേ? ഈ സമൂഹത്തിന് മുമ്പിൽ ഒറ്റപ്പെട്ട് നാണം കെട്ട് ജീവിക്കുന്നതിന്റെ വിഷമം എത്രയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞല്ലോ, എല്ലാം കറങ്ങി തിരിഞ്ഞു വരും. ഒത്തുചേരേണ്ടവർ ഒത്തുചേരുക തന്നെ ചെയ്യും. ഇതിൽ ശബ്ദമൊന്നും കിട്ടിയിട്ടില്ലല്ലോ. ഏത് പെണ്ണിനോട് സംസാരിക്കുന്നതെന്നും അറിയില്ല. പിന്നെ എന്തിനാ ഇതെടുത്തേ? ഏത് കാര്യവും എപ്പോഴാണ് ഉപകാരപ്പെടുന്നതെന്നുള്ളത് അറിയത്തില്ലല്ലോ. ഇരിക്കട്ടെ. ഹലോ ഐശ്വര്യ, ജഗനങ്ങളെ വിളിച്ചിരുന്നു. ഇന്ന് അങ്കിളുടെ വീട്ടിൽ മീറ്റ് ചെയ്യണമെന്ന്. എന്തെങ്കിലും എങ്ങനെങ്കിലും ഒരു എക്സ്ക്യൂസ് പറ. സ്റ്റുഡന്റ് വരുന്നുണ്ട്. ആ, ശ്യാമ വന്നോ? എന്താ ശ്യാമേ വല്ലാതിരിക്കുന്നേ? വാട്ട് ഹാപ്പൻഡ്? വാ ഇരിക്ക്. ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ? എന്ത് ചോദ്യം ഇത്? ശ്യാമ ചോദിച്ചോളൂ. അത് ആ ഫോട്ടോ കാണിച്ചില്ലേ മൊബൈലില്? അതൊക്കെ ആഹാ, കാര്യങ്ങളും മനസ്സിൽ കണ്ട പോലെ നടക്കുന്നുണ്ടല്ലോ. ടീച്ചറെ. എന്താ ശ്യാമേ? ടീച്ചർ വന്നപ്പോ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. എന്നെക്കുറിച്ചൊക്കെ എന്നെക്കൊണ്ട് തന്നെ ടീച്ചർ പറയിച്ചില്ലേ? അപ്പൊ ഞാൻ കരുതി പെട്ടെന്ന് തന്നെ എനിക്ക് എല്ലാം പഠിക്കാൻ പറ്റുമെന്ന്. എന്നിട്ടിപ്പോ എന്ത് സംഭവിച്ചു? ശ്യാമ മിടിക്കുക, പെട്ടെന്ന് തന്നെ പഠിക്കുമല്ലോ. അല്ല, എന്റെ മനസ്സിലേക്കൊന്നും കേറുന്നില്ല. എന്തോ ഒരു പേടി പോലെ തോന്നുന്നു. അയ്യേ, എന്താ കുട്ടി പറയുന്നേ? സത്യം പറഞ്ഞ എന്റെ മനസ്സ് ഉറക്കുന്നില്ല. ആ ഫോട്ടോയെ കുറിച്ച് ഐശ്വര്യടുത്തൊക്കെ പറയുന്ന കേട്ടപ്പോ എനിക്ക് എന്തൊക്കെയോ സംഭവിക്കുന്ന പോലെ തോന്നുക. അയ്യേ ചേച്ചേ, ഇത്രയ്ക്ക് പാവം കുട്ടിയാണോ എന്റെ ശിഷ്യ? ആ ഐശ്വര്യ ഉണ്ടല്ലോ, അവളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞയക്കണം. ഇല്ലെങ്കിലേ ശ്യാമയ്ക്ക് അത് ദോഷം ചെയ്യും. അപ്പോ ആ ഫോട്ടോ വെറും ഫോട്ടോ അല്ലേ? പിന്നല്ലാതെ. അതൊക്കെ കോളേജ് പഠിക്കുന്ന സമയത്തെ ഓരോരോ കാര്യങ്ങളല്ലേ. അഖിലും ഞാനും ഒക്കെ വളരെ ചെറുപ്പം. അപ്പോ അതിന്റെ ഓരോരോ രസങ്ങൾ അത്രേ ഉള്ളൂ. എന്ത് രസം? ചേടാ, ഓരോരോ വാക്ക് പറയുമ്പോഴും അതേ പിടിച്ചാണല്ലോ പേടിക്കുന്നത്. നമുക്ക് പഠിക്കാം ശ്യാമേ. നമുക്ക് നാളെ പഠിക്കാം. എന്താടോ താനിങ്ങനെ തൊട്ടാവാടിയാവല്ലേ? അതല്ല, നമുക്ക് നാളെ പഠിച്ചാൽ മതി. ശരി, നാളെയെങ്കിൽ നാളെ. ആ, പിന്നൊരു കാര്യം. ഇന്ന് രാത്രി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോവും. വരാൻ ലേറ്റ് നൈറ്റ് ആവും. നമുക്ക് നാളെ പഠിക്കാം. നാളെ നല്ല മിടുക്കിയായിട്ടിരിക്കണം. സുഖന്നല്ലേ? ആ, സുഖായിരിക്കുന്നു. മോളെ, പ്രസാദം വേണ്ടേ?
ശ്രീകോവിലിൽ നിന്ന് വാങ്ങി. അതുകൊണ്ടാ സ്വാമി ശ്രദ്ധിക്കാതെ നടന്നേ. ഉം. പ്രസാദം തരൂ. കാശി പോയപ്പോ കൊണ്ടുവന്ന പ്രസാദമാ, വാങ്ങിക്കോളൂ. മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ ഒക്കെ നടക്കും. മത്സരം കഠിനമാണല്ലേ? എന്താ സ്വാമി? മകളൊരു മത്സരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണല്ലേ? അല്ലേ? മകൾ ഏതോ ഒരു മത്സരത്തിൽ പങ്കെടുക്കുകയല്ലേ? ഭഗവാൻ അങ്ങനെ പറയുന്നു. ഈശ്വര, അതെ സ്വാമി, സത്യ. മകൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാനും ജയിക്കാനും ആദ്യം ആഗ്രഹമില്ലായിരുന്നു അല്ലേ? അതെ. പക്ഷേ ഇപ്പൊ ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഉണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ തീരുമാനിച്ചതാ. എന്റെ സഹോദരനെ അപമാനിച്ചു മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരാള്. മോളുടെ എതിരാളി ചെയ്തത് തെറ്റ് തന്നെയാ. പക്ഷേ അതുപോലെ മകളിലും ഒരു കളങ്കം കാണുന്നുണ്ടല്ലോ. ദൈവിക സാന്നിധ്യമുള്ള ആളാ മോള്, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ആള്. പക്ഷെ ആ ആളിൽ ഒരു കളങ്കം കാണുന്നുണ്ടല്ലോ. ഇല്ല സ്വാമി, ഞാൻ മനസ്സറിഞ്ഞ് ആരെയും ദ്രോഹിച്ചിട്ടില്ല. ആർക്കും വിഷമം വരണമെന്നും ആഗ്രഹിച്ചിട്ടുമില്ല. പക്ഷേ എന്തോ ഒരു ദൈവമേ, ആർക്കെങ്കിലും നൽകിയ വാക്കിൽ നിന്നും പിന്നോട്ട് പോയിട്ടുണ്ടോ? ഇല്ല സ്വാമി, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. കല്യാണ ദിവസം അമ്മയ്ക്കൊരു വാക്ക് കൊടുത്തു. അഖിൽ സാറുമൊത്ത് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിയില്ലെന്ന്. ആ വാക്ക് ഞാൻ പാലിക്കുന്നുമുണ്ട്. ഇല്ല സ്വാമി, ഞാൻ കൊടുത്ത വാക്കുകളൊക്കെ പാലിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തെറ്റിയതാ. ഒരു മുഖം കാണുമ്പോ ആ ആളിനെ കുറിച്ച് പലതും തെളിഞ്ഞു വരും. മകളിൽ എന്തോ ഒരു ന്യൂനത കണ്ടു, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. പൊയ്ക്കോളൂ. അയ്യോ, അരുന്ധതി മാഡത്തിന് കൊടുത്ത വാക്ക്, വിസ്മയ്ക്ക് വേണ്ടി പാടാന്ന് കൊടുത്ത വാക്ക്, അതിൽ നിന്ന് ഞാൻ പിന്മാറിയല്ലോ. ഈശ്വര, അതാ ഇപ്പൊ സൂചന തന്നിരിക്കുന്നത്. സ്വാമി. എന്താ മോളെ? സ്വാമി പറഞ്ഞാ നേരാ. ഞാൻ ഒരാൾക്ക് കൊടുത്ത വാക്കിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. അത് സത്യോ. സ്വാമി കണ്ടതൊക്കെ സത്യോ. ഞാൻ എന്ത് പ്രായശ്ചിത്താ ചെയ്യേണ്ടത്? മകള് വിഷമിക്കാതെ. ഞാൻ പറഞ്ഞില്ലേ, ഈ മുഖത്ത് ഒരു ദൈവാധീനം കാണുന്നുണ്ട്. മോൾ എന്ത് ചെയ്തു, എന്തിന് ചെയ്തു എന്നുള്ളതെല്ലാം ഭഗവാന് മനസ്സിലാവും. മോളുടെ ഭാഗത്തായിരിക്കും ശരി. പക്ഷേ മോളെ, കഴിയുമെങ്കിൽ ഒരു വാക്ക് കൊടുത്താൽ അത് പാലിക്കുക തന്നെ വേണം. പാലിക്കാൻ കഴിയാത്ത വാക്കുകൾ ഒരിക്കലും കൊടുക്കരുത്. മാപ്പ് തരണം, എനിക്ക് മാപ്പ് തരണം. ഇതെന്താ വരാത്തത്? ഇനി വിചാരിച്ചതൊന്നും നടന്നില്ലേ? മമ്മി കുറെ നേരമായല്ലോ ഈ വെപ്രാളം കാണിക്കുന്നു. ആരെങ്കിലും കാത്തു നിൽക്കാണോ? വത്സേ, എത്തിയോ? മകളെ,
എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ദാ സ്വാമി, ഈ ദക്ഷിണ സ്വീകരിച്ചാലും. ദക്ഷിണ കുറവാണല്ലോ മകളെ. ദാ സ്വാമിക്ക് സന്തോഷമാവട്ടെ. ഞാൻ ദക്ഷിണ കയ്യിൽ തന്നെ കരുതി നിൽക്കുകയായിരുന്നു. സ്വാമി, വത്സേ, എല്ലാം പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടന്നല്ലോ അല്ലേ? കൊള്ളാം മാഡം. ഞാനൊരു കാര്യം ഏറ്റാലേ അത് നടക്കാതിരിക്കൂ. ഒറിജിനൽ സന്യാസി പോലും തോറ്റുപോകും. അതുപോലുള്ള അഭിനയമല്ലായിരുന്നോ? എനിക്ക് പോലും സംശയം തോന്നി ഞാനൊരു ഒറിജിനൽ സന്യാസിയാണോ എന്ന്. ഒരാൾക്ക് കൊടുത്ത വാക്കിൽ നിന്ന് പിന്മാറിയാൽ ദൈവകോപം വരും. അത് പ്രത്യേകം പറഞ്ഞില്ലേ? എല്ലാം അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം അവക്ക് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് പിടികിട്ടിയില്ല. ഒന്നങ്ങോട്ട് നടന്നു, പിന്നെ അവിടെ അങ്ങ് നിന്നു, തിരിച്ചു വന്നു. എന്താ മമ്മി, എന്താ കാര്യം? പറയാം. അവളുടെ മുഖത്ത് ഒരു പേടി വന്നല്ലോ അല്ലേ? മാഡം പേടിക്കാതെ, അവള് നന്നായി പേടിച്ചിട്ടുണ്ട്. അതിരിക്കട്ടെ, ഒരു കാര്യം. എന്താ? എന്ത് കാര്യത്തിനാ ആ കൊച്ചിനെ പേടിപ്പിച്ചേ? അതൊക്കെ പറയാം. താൻ പോയിക്കോ. ഇനി ആവശ്യം വന്നാൽ ഞാൻ വിളിപ്പിക്കും. മാഡത്തിന്റെ വിളി വന്നാൽ അടുത്ത നിമിഷം ഞാൻ ഇവിടെ എത്തും. ശരി ശരി, പോയിക്കോ. ഓ, എന്താ മമ്മി, എന്താ കാര്യം? 19ാമത്തെ അടവിറക്കിയതാ മോളെ. ഇതിലവള് വീഴും. അല്ല, വീണു. മമ്മി, എന്താ കാര്യം എന്ന് വെച്ചാ പറയൂ. ഇപ്പൊ വന്നില്ലേ ഒരു സന്യാസി. അവനൊരു കള്ളനാ. കാശിനു വേണ്ടി ഏതു വേഷവും കെട്ടും. എനിക്ക് വേണ്ടിയാ, അല്ലല്ല നമുക്ക് വേണ്ടിയാ അവ സന്യാസിയായത്. ഇന്നവൻ അമ്പലത്തിൽ വെച്ചേ ശ്യാമയെ കണ്ടു. ആഹാ, എന്നിട്ട്? കൊടുത്ത വാക്കിൽ നിന്ന് പിന്മാറിയാൽ ശാപം കിട്ടുമെന്ന് അവളോട് പറഞ്ഞു. എന്തായാലും കാര്യങ്ങൾ കൃത്യമായിട്ട് ഫലിച്ചിട്ടുണ്ട്. ഉറപ്പാ മോളെ, നമുക്ക് വേണ്ടി അവള് പാടാൻ വരും. തീർച്ചയായും അവള് മാറില്ല. മോൾക്ക് വേണ്ടി അവള് പാടും. ടീച്ചർ, ആളാകെ മാറിയിട്ടുണ്ടല്ലോ. ആദ്യം ഞാൻ അമ്പലത്തിലെ പ്രസാദം തൊട്ട് തന്നോട്ടെ. പ്രസാദം തൊടുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ? എനിക്ക് ദൈവത്തിലൊക്കെ വലിയ വിശ്വാസം ശ്യാമേ. സത്യം പറഞ്ഞ ഇപ്പൊ മനസ്സൊക്കെ ഒന്ന് ശാന്തായി. കുറെ ദിവസമായിട്ട് ഇവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ കാരണം ഞാൻ വലിയ പ്രയാസത്തിലായിരുന്നു. ഇവിടുത്തെ എന്ത് കാര്യങ്ങൾ വെച്ചിട്ടാ ശ്യാമ പ്രയാസത്തിലായത്? അല്ല പോട്ടെ, ഇനി അതൊന്നും പറയണ്ട. അഖിലിന്റെ കാര്യങ്ങളാണോ? ഞങ്ങളുടെ കോളേജ് കാലം. ആ, അതൊക്കെ കേട്ട് ഞാൻ പ്രയാസപ്പെട്ടു, തെറ്റിദ്ധരിക്കുകയും ചെയ്തു. പക്ഷെ അമ്പലത്തിൽ പോയപ്പോ ഞാനൊരു ദിവ്യനെ കണ്ടു. അപ്പോഴാ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. എന്തറിഞ്ഞു ശ്യാമേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ ടെൻഷനൊക്കെ അനുഭവിച്ചത് ഒരു പ്രത്യേക കാരണം കൊണ്ടാ. ആ സന്യാസി പറഞ്ഞു, താൻ ഒരാൾക്കൊരു വാക്ക് കൊടുത്തിരുന്നു. അതിൽ നിന്നും ഞാൻ അറിയാതെ കുറച്ചൊന്ന് മാറിപ്പോയി. അത് കാരണം മനസ്സിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇല്ലാത്ത കാര്യങ്ങൾ ഓരോന്ന് ആലോചിച്ചു കൂട്ടിയത്. ഇത്രയും പാവം പിടിച്ചൊരു പെണ്ണ് ലോകത്ത് വേറെ കാണില്ല. ടീച്ചറെ, എന്താ ആലോചിക്കുന്നത്? അല്ല, ശ്യാമയെക്കുറിച്ച് ആലോചിച്ചതാ. ശ്യാമയുടെ ഭക്തിയെക്കുറിച്ച് ആലോചിക്കായിരുന്നു. കുഞ്ഞുനാൾ മുതലേ ഞാൻ അങ്ങനെ ടീച്ചറെ. ശ്രീകൃഷ്ണനാ എന്റെ ലോകം. പിന്നെ അഖിൽ സാറും അല്ലേ? സത്യം.
അതിരിക്കട്ടെ, ആർക്ക് കൊടുത്ത വാക്കിന്നാ ശ്യാമ പിന്നോട്ട് പോയത്? ഒക്കെ ഞാൻ പറയാം. എന്തായാലും സന്യാസിയെ കണ്ടതോടെ പഠിക്കാൻ കൂടുതൽ ഉന്മേഷം തോന്നുക. ഗുഡ് ഗുഡ്, മിടുക്കി. അങ്ങനെ വേണം പെൺകുട്ടികളായ. സത്യം പറഞ്ഞ ടീച്ചർ വന്ന ദിവസം മുതൽ എനിക്ക് പഠിക്കാനൊന്നും പറ്റിയിട്ടേ ഇല്ല. വെറുതെ ഓരോരോ സംശയങ്ങള്. പക്ഷേ ഇന്നത്തോടെ എന്റെ സംശയങ്ങളെല്ലാം മാറി. ഞാൻ ഇന്ന് തയ്യാറായി ബുക്കുമായിട്ട് വരാം. ശരി. വന്ദനെ, ഒന്ന് നിന്നേ. പക്ഷി ഭയങ്കര സന്തോഷത്തിലാണെന്ന് തോന്നല്ലോ. അമ്പലത്തിൽ വെച്ച് ഏതോ സന്യാസിയെ കണ്ടു അത്രേ. ആ സന്യാസി പറഞ്ഞു ആർക്കോ ശ്യാമ വാക്ക് കൊടുത്തു, ആ വാക്കിന്ന് പിന്മാറിയതുകൊണ്ടാണ് ശ്യാമയ്ക്ക് ദോഷം സംഭവിച്ചതെന്ന്. അതെന്താ? അതൊരു പുതിയ അറിവാണല്ലോ. ആർക്ക് എന്ത് വാക്ക് കൊടുത്തിട്ട് അവള് പിന്മാറിയത്? ആരേ സന്യാസി? എനിക്കറിയില്ല. രണ്ട് ദിവസത്തിനുള്ളിൽ കൃഷ്ണതുളസി എന്ന അജ്ഞാത ഗായിക പാടിയ പാട്ട് ലോകം കേൾക്കാൻ പോവാ. ബാക്കി കാര്യങ്ങളെല്ലാം പൂർത്തിയായി. ഇനി ഫൈനൽ മിക്സിംഗ് കൂടി മാത്രം. ഈ പാട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ കൃഷ്ണതുളസി ആരാണെന്ന് ആൾക്കാർ അന്വേഷിച്ചു തുടങ്ങും. അന്വേഷിച്ചു തുടങ്ങണമല്ലോ. അന്വേഷിച്ചു തുടങ്ങട്ടെ. നമ്മൾ പറഞ്ഞ പോലെ ചിലർ തെറ്റിദ്ധരിക്കും കൃഷ്ണതുളസി എന്ന ഈ ഗായിക വിസ്മയ തന്നെയാണോ എന്ന്. ചിലര് പറയും വിസ്മയെ തോൽപ്പിക്കാൻ മറ്റൊരു ഗായിക വന്നിരിക്കുന്നു. അങ്ങനെ ചർച്ചകൾ നടക്കട്ടെ. ആ സമയം നമ്മൾ ശ്യാമ എന്ന കൃഷ്ണതുളസിയുടെ അടുത്ത പാട്ടിറക്കും. സത്യത്തിൽ ശ്യാമ ആകെ ടെൻഷനില്ല. ഈ പാട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അരുന്ധതിയും വിസ്മയെ അന്വേഷണം തുടങ്ങും. കൃഷ്ണതുളസി ആരാണെന്ന് അന്വേഷിക്കട്ടെ. അമ്മയും മകളും തീ പിടിച്ച രീതിയിൽ അന്വേഷിക്കട്ടെ. ചിലപ്പോ അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. മനസ്സിലാവണം. നമ്മൾ ശ്യാമയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നില്ലല്ലോ. ഏതോ കൃഷ്ണതുളസി എവിടെയോ ഇരുന്ന് പാടുന്നു. ഒന്നിനു പുറകെ ഒന്നായി പാട്ടുകൾ. കൃഷ്ണതുളസി എന്ന ഗായികയെ ലോകത്തിനു മുൻപിൽ അവതരിപ്പിക്കേണ്ട കൃത്യസമയത്ത് നമ്മൾ ശ്യാമയെ പരിചയപ്പെടുത്തും. ശ്യാമയാണ് ലോകം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണതുളസിന്ന് എല്ലാവരും തിരിച്ചറിയുകയും ചെയ്യും. അപ്പോ വിസ്മയ? വിസ്മയ അതോടെ ഗോവിന്ദ. ജനം വിസ്മയെക്കുറിച്ചും അന്വേഷിക്കും. അവളുടെയും അമ്മയുടെയും ചതിയും കള്ളത്തരവും ലോകം അറിയും. എടോ അഖിലെ, താൻ ഭാഗ്യവാനായ ഭർത്താവാടോ. എടോ, ശ്യാമയെ പോലെ ഇത്രയും കഴിവുള്ള ഗായികയെ കിട്ടിയത് ഒരു ഭാഗ്യം തന്നെയാ. പക്ഷെ യഥാർത്ഥ ഭാഗ്യം എന്താണെന്നോ? ശ്യാമയ്ക്ക് വലിയൊരു ഗായികയാവണമെന്നോ ലോകം തന്നെ തിരിച്ചറിയണമെന്നോ യാതൊരു ആഗ്രഹവും ഇല്ല. അഖിൽ സാർ എന്ന ഭർത്താവും പിന്നെ ശ്രീകൃഷ്ണനും, ആ ലോകം മാത്രം മതി ശ്യാമയ്ക്ക്. അത്യാഗ്രഹവും ഇല്ല, അതിമോഹവും ഇല്ല. എടോ അഖിലെ, താൻ ഭാഗ്യവാനല്ലേടോ. സത്യ, ഞങ്ങളുടെ മുറിയുടെ 4 ചുവരുകൾക്കപ്പുറം ഒരു ജീവിതം വേണമെന്ന ആഗ്രഹമേ ഇല്ല ശ്യാമയ്ക്ക്. അതുകൊണ്ട് തന്നെയാ ഞാൻ ശബ്ദം പോലെ തീരുമാനമെടുത്തത്. ശ്യാമയുടെ കഴിവുകൾ ലോകത്തിനു മുമ്പിൽ എത്തിക്കണമെന്ന്. സാധാരണ ഭാര്യയുടെ ആഗ്രഹങ്ങൾ ഭർത്താവ് സാധിച്ചു കൊടുക്കണമെന്നാണല്ലോ പറയാറ്. ഇവിടെ ഇപ്പൊ എന്റെ ആഗ്രഹം ഞാൻ ശ്യാമയെ കൊണ്ട് സാധിപ്പിക്കുക. ശ്യാമയെ ഞാൻ ഒരു മഹാഗായികയാക്കും.